പ്രിയപ്പെട്ട കുട്ടികളെ, കഥയുടെ 12ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഥയുടെ പേര് വള്ളം കളി. കുട്ടനാടൻ പുഞ്ചയിലെ തെയ്തെയ്തകതെയ്തെയ്തോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തിത്താതിത്തെയ്തൈ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താരാതിത്തിത്തെയ്തിത്തെയ്തകതെയ്തെയ്തോ വരവേൽക്കാൻ ആളു വേണം, കൊടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ഓദിത്തിത്താരാദിത്തിത്തെയ്തിത്തെയ്തകതെയ്തെയ്തോ. ഓ, ഇന്ന് മുത്തശ്ശി വലിയ സന്തോഷത്തിലാണല്ലോ. പാട്ടൊക്കെ പാടി. മുത്തശ്ശനുമുണ്ടോ പാടാൻ? അതോ അപ്പൂ, ഞങ്ങൾ വഞ്ചി തുഴഞ്ഞ് കളിച്ചതൊക്കെ ഓർത്തപ്പോൾ പാടിയതാ. എങ്കിലിന്ന് ആ കഥ പറയുമോ മുത്തശ്ശി? വഞ്ചി കളിച്ച കഥ പറയാലോ. മുത്തശ്ശിയുടെ മുത്തശ്ശി കുട്ടനാട്ടിലായിരുന്നു ജനിച്ചത്. ഞങ്ങൾ മുമ്പവിടെ പോകാറുണ്ട്. ചെറിയ ചെറിയ കൊതുമ്പ് വള്ളങ്ങൾ തുഴഞ്ഞ് ഞങ്ങൾ മത്സരിച്ചിരുന്നു. തെങ്ങിൻ പൂക്കലയുടെ പുറമേ കാണുന്ന കൊതുമ്പിൻ്റെ ആകൃതിയിലാണ് ആ വള്ളം. 1-2 പേർക്ക് മാത്രം കയറാൻ കഴിയുന്ന അത്തരം 6-7 വള്ളങ്ങളിൽ ഞങ്ങൾ തുഴഞ്ഞു തുഴഞ്ഞു നടക്കും. പരസ്പരം മത്സരിച്ചാകും തുഴച്ചിൽ. മരം കൊണ്ട് നിർമ്മിച്ച കൊച്ചു കൊച്ചു വള്ളങ്ങളുണ്ടാകും ഓരോ വീട്ടിലും. വള്ളമില്ലാതെ പുറത്തു പോകാൻ മാർഗമില്ലായിരുന്നു. കുറച്ചു ദിവസം കൊണ്ട് ഞാൻ നല്ല ഒന്നാന്തരം തുഴച്ചിൽക്കാരിയായി. മത്സരിച്ച് തുഴയാൻ എന്ത് രസമായിരുന്നു. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്. ഞാനും കുട്ടിക്കാലത്ത് പുഴയിലൂടെ തോണി കളിച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ സമയത്തും എളുപ്പമല്ല. നമ്മുടെ നാട്ടിൽ, കുട്ടനാട്ടിൽ പക്ഷെ അതല്ല സ്ഥിതി. മുത്തശ്ശൻ ഗൗരവത്തോടെ പറഞ്ഞു. അതെന്താ കുട്ടനാട്ടിൽ മാത്രം അങ്ങനെ? അപ്പൂന് സംശയമായി. നദികളും കായലും കൊണ്ട് നിറഞ്ഞ കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നാണ് കിടക്കുന്നത്. കേരളത്തിൻ്റെ നെല്ലറയായ ഇവിടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. 4 നദികളുടെ നടുക്ക് കിടന്നിട്ടും ഇവിടെ ഒരു തുള്ളി ശുദ്ധജലം കിട്ടാനില്ല. തകഴി, നെടുമുടി, കൈനകരി, കുമരകം തുടങ്ങിയ നിരവധി ഗ്രാമങ്ങൾ ഇവിടെയുണ്ട്. വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് കൃഷിഭൂമിയായി മാറിയ പ്രദേശങ്ങളുണ്ട്. ഇവിടെയാണോ നെഹ്റു ട്രോഫി? അത് ആലപ്പുഴയിലാണ്. പുന്നമടക്കായലിൽ നടക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണത്. നെഹ്റു പ്രധാനമന്ത്രിയായ ശേഷം ആലപ്പുഴയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് കാണാനായി ഒരുക്കിയ വള്ളംകളി മത്സരമായി മാറിയതാണ്. അദ്ദേഹം സമ്മാനിച്ച ട്രോഫിയാണ് ഇന്നും വിജയികൾ കൈവശം വയ്ക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങൾ തമ്മിലുള്ള തുഴച്ചിൽ മത്സരമാണത്. മുൻവശം കൂർത്ത ഇത്തരം വള്ളം ഓളങ്ങളെ കീറി മുറിച്ചു മുന്നേറും. ഇവിടെ മാത്രമല്ല വള്ളംകളി. ആറന്മുളയിലെ പള്ളിയോടങ്ങൾ ലോകപ്രസിദ്ധമാണ്. കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളത്തേക്കാൾ നീളം കുറഞ്ഞതാണിവ. എങ്കിലും 100-ലേറെ പേർ ഒരേ സമയം ഇരുന്ന് വള്ളം തുഴയുന്നു. പ്രധാന കരക്കാർക്കെല്ലാം സ്വന്തമായി പള്ളിയോടമുണ്ടായിരിക്കും. വള്ളസദ്യയും കേമമാണ്. 63 ഇനം കറികൾ സഹിതമാണ് സദ്യ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് വള്ളസദ്യ. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി ദിനത്തിൽ പമ്പാനദിയിലെ പ്രധാന ഉത്സവമാണ് ഈ വള്ളംകളി. വഞ്ചിപ്പാട്ട് പാടി 28 കരക്കാരും വള്ളംകളിക്ക് കൊഴുപ്പേകും. വിശക്കുന്നു, നമുക്കത് സഹിച്ചുകൂടാ, തെയ്തെയ് തകതോ തെയ്തെയ് എന്ന പാട്ടും പാടി വള്ളംകളിക്കാർ വള്ളസദ്യയ്ക്ക് വിഭവങ്ങൾ ചോദിച്ചു വാങ്ങുന്നു. പനയുടെ തടിയറുത്ത് ചെത്തിമിനുക്കിയ തുഴയുമായി ഒരേ താളത്തിൽ ഒരേ സമയം തുഴഞ്ഞു മുന്നേറുന്ന കാഴ്ച ഹാ, എന്തു രസമാണെന്നോ. കേട്ടിട്ട് കൊതിയാവുന്നു. ഇക്കൊല്ലം നമുക്കും പോകാം മുത്തശ്ശ വള്ളംകളി കാണാൻ. അപ്പു ഉറപ്പിച്ചു പറഞ്ഞു. കാഴ്ച മാത്രമാക്കണ്ട,
സദ്യയും വേണം, മുത്തശ്ശൻ കൂട്ടിച്ചേർത്തു. മക്കളെ, ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമായി.